ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ബുദ്ധിയുടെ ഒരു വീഡിയോ ചെയ്തു, പാർട്ട് 1. ആൽഫ്രഡ് ബീനയുടെ ഐക്യുവിനെ കുറിച്ച് കുറച്ച് ഭാഗം നമ്മൾ ചെയ്തു. അതെല്ലാവരും കാണണം. പിന്നെ കണ്ടവർ മറ്റ് കൂട്ടുകാരുണ്ടെങ്കിൽ, അതായത് പ്രീ പ്രൈമറി പഠിച്ച് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്യണം. പിന്നെ LP-UPക്കും കുറച്ച് പ്രയോജനപ്പെടുന്ന വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. കാരണം വ്യൂസ് വളരെ കുറയുന്നുണ്ട്. കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പം വീണ്ടും വ്യൂസ് കുറയുന്നുണ്ട്. വ്യൂസ് കുറഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടില്ല, നമുക്കൊരു ഇത് വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യൂസ് വേണം. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആൽഫ്രഡ് ബീനയുടെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തേത് റെയ്മണ്ട് കേറ്റലാണ്. റെയ്മണ്ട് കേറ്റൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഒന്ന് ഫ്ലൂയിഡ് ഇൻ്റലിജൻസും. ഏതൊക്കെയാണ്? ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞ് റെയ്മണ്ട് കേറ്റൽ. അപ്പോൾ റെയ്മണ്ട് കേറ്റലിൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഒന്ന് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നാൽ നേരത്തെ നേടിയ അറിവ്, നൈപുണ്യ, അനുഭവങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണിത്. അത് മുൻകാലങ്ങളിൽ നേടിയ അറിവുകളൊക്കെ ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആഴത്തിലുള്ളതും വിശാലവുമായ പൊതുവിജ്ഞാനം, പദപരിചയം, സംഖ്യാബോധം തുടങ്ങിയവ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. ആഴത്തിലുള്ളതും വിശാലവുമായ പൊതുവിജ്ഞാനം, പദപരിചയം, സംഖ്യാബോധം തുടങ്ങിയവ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. ദീർഘകാല ഓർമ്മയും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സഹായിക്കുന്നു. ദീർഘകാല ഓർമ്മയും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സഹായിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസ അനുഭവങ്ങളും ഇത് വികസിപ്പിക്കുന്നു. വിദ്യാഭ്യാസ അനുഭവങ്ങളും ഇത് വികസിപ്പിക്കുന്നു. ഇത് ജീവിതത്തിലുടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ്. ഇപ്പം പറഞ്ഞത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്. അടുത്ത ഏതാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. മുന്നേ നേടിയ അറിവ് പ്രയോജനപ്പെടുത്താതെ തന്നെ പുതിയ സന്ദർഭങ്ങളിൽ യുക്തിപരമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നത് ആ ബുദ്ധി ഘടകമാണെന്ന് കേറ്റൽ പറയുന്നു. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ബുദ്ധി ഘടകമാണ്. മുന്നേ നേടിയ അറിവുകൾ പ്രയോജനപ്പെടുത്തി ഈ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. അത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ മുന്നേ നേടിയ അറിവുകൾ പ്രയോജനപ്പെടുത്താതെ തന്നെ പുതിയ സന്ദർഭങ്ങളിൽ, അതായത് ഇപ്പം നമുക്കൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇപ്പം നമ്മളത് യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നു. പുതിയ സന്ദർഭങ്ങളിൽ യുക്തിപരമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന ആ ഒരു ഘടകമാണെന്ന് കേറ്റൽ പറയുന്നു. റെയ്മണ്ട് കേറ്റൽ. അടുത്തത് പുതിയ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുക, പാറ്റേണുകളും ബന്ധങ്ങളും കണ്ടെത്തുക, യുക്തി ഉപയോഗിച്ച് പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങുക. ഇതൊക്കെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് സഹായിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുക, പാറ്റേണുകളും ബന്ധങ്ങളും കണ്ടെത്തുക, യുക്തി ഉപയോഗിച്ച് പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങുക. ഇതിനൊക്കെ ഏതാണ്? യുക്തി ഉപയോഗിച്ചെന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക അത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ് കേട്ടോ. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. ഈ ബുദ്ധിക്ക്, അതായത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ആ ബുദ്ധിക്ക് ജീവശാസ്ത്രപരമായ അടിത്തറയുണ്ട്. ഇത് യൗവനാരംഭത്തോടെ ഉച്ചസ്ഥായിയിലെത്തുന്നു. പിന്നെ ശാസ്ത്ര ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രധാനമായും ഈ ബുദ്ധിഘടകമാണ് പ്രവർത്തിക്കുന്നത്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ബുദ്ധിഘടകമാണ് ശാസ്ത്രഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിഘടകമാണ്. ഇതിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്രയാണ് റെയ്മണ്ട് കേറ്റലിൻ്റെ രണ്ട് ബുദ്ധിഘടകത്തെക്കുറിച്ച് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ ബുദ്ധിഘടകങ്ങൾ? ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഫ്ലൂയിഡ് ഇൻ്റലിജൻസും. ആ രണ്ട് ഭാഗങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. അടുത്ത മൂന്നാമത്തേത് ഗിൽഫോർഡിൻ്റെയാണ്.
ഗിൽഫോർഡിൻ്റേതെന്ന് നോക്കിയാൽ 180ഓളം ഭൗതിക ശേഷികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പനമാണ് ഗിൽഫോർഡ് അവതരിപ്പിക്കുന്നത്. 180ഓളം ഭൗതിക ശേഷികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പനമാണ് ഗിൽഫോർഡ് അവതരിപ്പിക്കുന്നത്. ഈ കഴിവുകൾ 3 തലങ്ങളിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ. പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ. ഓപ്പറേഷൻസ്, കണ്ടന്റ്, പ്രോഡക്ട്സ്. അപ്പോൾ ഗിൽഫോർഡ് എന്താ പറഞ്ഞത്? 180ഓളം ഭൗതിക ശേഷികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പനമാണ് ഗിൽഫോർഡ് അവതരിപ്പിക്കുന്നത്. അതിനകത്ത് 3 തലങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 1. പ്രക്രിയകൾ, ഓപ്പറേഷൻസ്. 2. ഉള്ളടക്കം, കണ്ടൻറ്റ്. അടുത്തത് ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ 3 തലങ്ങൾ. ഇന്നത്തെ പ്രക്രിയകൾക്കകത്ത് 5 എണ്ണം ഉണ്ട്. പ്രക്രിയകൾക്കകത്ത് വരുന്നതാണ് ചിന്ത, ഓർമ്മയിൽ രേഖപ്പെടുത്തൽ, ഓർമ്മയിൽ സൂക്ഷിക്കൽ, ഉത്കൃത സമീപനം, പിന്നെ വിലയിരുത്തൽ. ഇത്രയാണ് പ്രക്രിയകൾക്കകത്ത് വരുന്നത്. 5 എണ്ണം. ചിന്ത, ഓർമ്മയിൽ രേഖപ്പെടുത്തൽ, ഓർമ്മയിൽ സൂക്ഷിക്കൽ, ഉത്കൃത സമീപനം, വിലയിരുത്തൽ. ഉള്ളടക്കത്തിനകത്ത് വരുന്നത് ദൃശ്യപരം, ശബ്ദപരം, അർത്ഥവിജ്ഞാനീയം, വ്യവഹാരപരം, പ്രതീകാത്മകം. അത്രയാണ് ഉള്ളടക്കത്തിനകത്ത് വരുന്ന 4 തരത്തിലുള്ളത്. 4 തരത്തിലാണ് ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൃശ്യപരം, ശബ്ദപരം, അർത്ഥവിജ്ഞാനീയം, വ്യവഹാരപരം, പ്രതീകാത്മകം. അപ്പം ഈ കഴിവുകൾ 3 തലങ്ങളിൽ, അതായത് ഗിൽഫോർഡിൻ്റെ 180ഓളം ഭൗതികശേഷികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പനമാണ് ബുദ്ധി എന്നാണ് ഗിൽഫോർഡ് പറയുന്നത്. അതിനകത്ത് 3 തലങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിലൊന്നാണ് പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ. പ്രക്രിയകൾക്കകത്ത് 5 എണ്ണം, ഉള്ളടക്കത്തിൽ 4 എണ്ണം. ഇനിയുള്ളത് ഉൽപ്പന്നങ്ങളാണ്. അവ നോക്കാം. ഉൽപ്പന്നങ്ങളിൽ വരുന്നത് 6 തരത്തിലാണ്. ചെറുഘടകങ്ങൾ, സംയോജിത ഘടകങ്ങൾ, ബന്ധങ്ങൾ, ഘടനകൾ, പരിവർത്തനങ്ങൾ, പ്രതിഫലനങ്ങൾ. ഏതൊക്കെയാണ് 6 തരത്തിലുള്ളത്? ചെറുഘടകങ്ങൾ, സംയോജിത ഘടകങ്ങൾ, ബന്ധങ്ങൾ, ഘടനകൾ, പരിവർത്തനങ്ങൾ, പ്രതിഫലനങ്ങൾ. അപ്പോൾ ആൽഫ്രഡ് ബീനെ കുറിച്ച് പഠിച്ചു, റേമണ്ട് കേറ്റലിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ഗിൽഫോർഡ്. അപ്പോൾ 3 പേരുടെ കാര്യങ്ങളാണ്, ബുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഈ 3 പേരുടെ കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒത്തിരി വലിച്ചിട്ടുന്നില്ല കേട്ടോ, കാരണം ലോങ് വീഡിയോ ആയി പോവുകയാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവരും അത് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.